ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞാനൊരു ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള നോക്കാം. നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മൾ KFC സ്റ്റൈലൊക്കെ ഒരു പോപ്കോണാണിത്. എല്ലാവരും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു പോപ്കോൺ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിലേക്ക് ഞാൻ 350 ഗ്രാം ബോൺലെസ് ചിക്കൻ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് 1.5 ടീസ്പൂൺ ഗാർലിക് ക്രഷ് ചെയ്തത്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1/2 ടീസ്പൂൺ പാസ്ലി ലീവ്സ്, 1/2 ടീസ്പൂൺ ബേസിൽ ലീവ്സ്, അതുപോലെ പാപ്രിക്ക പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ട്, അതേപോലെ 1 ടീസ്പൂൺ സോയ സോസ്, ഒരു എഗ്ഗ്. ഇതാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇതൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ബേസിൽ ലീവ്സും പാസ്ലി ലീവ്സൊക്കെ ഡ്രൈഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്ക് അതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മൈദയും, അതേപോലെ തന്നെ ഒരു 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പെപ്പർ പൗഡറും പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡറും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ ക്യൂബ്സ് നല്ല ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലോർ മിക്സിലേക്ക് ഇട്ടിട്ട് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത ബൗളിലേക്ക് ഞാൻ കുറച്ച് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ ക്യൂബ്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെയും നമ്മളെ ഫ്ലോർ മിക്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി തന്നെ അത് സെർവ് ചെയ്യാം. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് ഉള്ളിലുള്ളത്, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോപ്കോൺ ചിക്കൻ പോപ്കോണാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.